നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരായ പരാതിയിൽ കോടതി വിധി വന്നതിനു ശേഷം തീരുമാനം നേതൃത്വം അറിയിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ഞങ്ങൾക്ക് ആരെയും സംരക്ഷിക്കേണ്ട കാര്യമില്ലെന്നും രമേശ് ചെന്നിത്തല. അച്ഛനുവേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് നടന്ന മകൾക്ക് ഇത്തവണ അച്ഛൻ വോട്ട് തേടും. കൊടകര സ്വദേശി PR പ്രസാദനാണ് മകളായ അഡ്വക്കേറ്റ് നയൽ പ്രസാദിന് വേണ്ടി വോട്ട് തേടിയിറങ്ങുന്നത്. വെള്ളിക്കുളങ്ങര നായാട്ടുകുണ്ട് രൂപപ്പെട്ട കുഴികൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ അടച്ചു. കുഴികൾ മൂലം യാത്രാ ദുരിതമായ സാഹചര്യത്തിലാണ് യുവാക്കളുടെ നേതൃത്വത്തിൽ കുഴികൾ അടച്ചത്. വാർത്തകൾ വിശദമായി. രാഹുൽ മാങ്കൂട്ടത്തിലിന് എതിരായ പരാതിയിൽ കോടതി വിധി വന്നതിനു ശേഷം തീരുമാനം പാർട്ടി നേതൃത്വം അറിയിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ഞങ്ങൾക്ക് ആരെയും സംരക്ഷിക്കേണ്ട കാര്യമില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. സമാനമായ പരാതികൾ CPIM-ൽ ഉയർന്നിട്ടും അവരൊന്നും എടുക്കാത്ത തീരുമാനമാണ് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ബന്ധപ്പെട്ട വേറെ ചില പരാതികളുണ്ട്. അദ്ദേഹത്തിൻ്റെ മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ട കേസ് കോടതി എന്ത് വിധി പറയുന്നുണ്ട്. ഞങ്ങൾക്ക് ആരെയും സംരക്ഷിക്കേണ്ടത്. ഈ വിഷയത്തിൽ എൻ്റെ നിലപാട് തുടക്കം മുതൽ എന്താണെന്ന് കേരളത്തിലെ ബാധ്യമാണ്. അപ്പോൾ കോടതി എന്താണ് തീരുമാനമെടുക്കാൻ അറിയട്ടെ. അത് കഴിഞ്ഞ ശേഷം KPCC പ്രസിഡന്റ് എല്ലാ നേതാക്കന്മാരുമായി ഈ കാര്യത്തിൽ നിങ്ങൾക്ക് ആരെയും സംരക്ഷിക്കേണ്ട കാര്യം ഇതൊരു വ്യക്തിയുടെ കാര്യമാണ്. ഇത് വ്യക്തിപരമായ ജനത്തിന്റെ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും നടപടികൾ. തൃശൂർ ജില്ലാ പഞ്ചായത്ത് ആളൂർ ഡിവിഷൻ UDF സ്ഥാനാർത്ഥി കാവ്യ രഞ്ജിത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി UDF ആളൂർ ഡിവിഷൻ പൊതുസമ്മേളനം നടത്തി. ആളൂർ സെന്ററിൽ നടത്തിയ പൊതുസമ്മേളനം ഫോർവേഡ് ബ്ലോക്ക് ദേശീയ ജനറൽ സെക്രട്ടറി G. ദേവരാജൻ ഉദ്ഘാടനം ചെയ്തു. സാധാരണ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പോലെയല്ല. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ 5 വർഷം കൂടുമ്പോഴും സമയബന്ധിതമായി തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഏക സംസ്ഥാനം കേരളമാണ്. കേരളത്തിന് പുറത്ത് ഒരു സംസ്ഥാനത്തും ഈ 5 വർഷം കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാറില്ല. ഇപ്പോൾ തന്നെ നമ്മുടെ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അവിടെ ഏതാണ്ട് 9 വർഷമായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നിട്ട് തന്നെ നടക്കാറില്ല. മണ്ഡലം പ്രസിഡന്റ് ബാബു തോമസ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ KN സജീവൻ, MP ജാക്സൺ, ലോനപ്പൻ ചക്കച്ചാമ്പറമ്പിൽ, സോമൻ ചിറ്റത്ത്, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി കാവ്യ രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. UDF കൊടകര മണ്ഡലം തെരഞ്ഞെടുപ്പ് പൊതുയോഗം നടത്തി. അടൂർ പ്രകാശ് MP ഉദ്ഘാടനം ചെയ്തു. ഈ തരത്തിലുള്ള മാന്യത കേരളത്തിൽ കാണിക്കുന്നുണ്ടോ എന്നതിനെ കുറിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരായ നിങ്ങൾ ആലോചിക്കണം, ചിന്തിക്കണമെന്ന് മാത്രമാണ് സൂചിപ്പിക്കാറുള്ളത്. എന്തിനേറെ പറയുന്നു, കൂടെ ഉള്ളവരെ പോലും വിശ്വാസത്തിലെടുക്കുകയോ അവരെ പോലും വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരുമായി ബന്ധപ്പെട്ട്. മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് കൊടകര ഡിവിഷൻ സ്ഥാനാർത്ഥി US വിഷ്ണു, നേതാക്കളായ MK ഷൈൻ, സുനിൽ അന്തിക്കാട, GN ജോൺസൺ, ഡെൽജിത്ത് ഞെർലേലി എന്നിവർ പ്രസംഗിച്ചു. അച്ഛനുവേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചു നടന്ന മകൾക്ക് ഇത്തവണ അച്ഛൻ വോട്ട് തേടും. തൃശൂർ ജില്ലയിലെ കൊടകര പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പിലാണ് മകൾക്ക് വേണ്ടി അച്ഛൻ വോട്ട് തേടി ഇറങ്ങുന്നത്. കൊടകര കൊപ്രക്കളം സ്വദേശി PR പ്രസാദനാണ് മകളായ അഡ്വക്കേറ്റ് നയൽ പ്രസാദിന് വേണ്ടി വോട്ട് തേടി ഇറങ്ങുന്നത്. 2000, 2005, 2005, 2010, 2015, 2020 3 തവണകളിലായി കൊടകര പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PR പ്രസാദിന്റെ മകളാണ് അഡ്വക്കേറ്റ് നയൽ പ്രസാദ്. ബാലസംഘത്തിലൂടെയാണ് നയൽ പ്രസാദ് പൊതുപ്രവർത്തന രംഗത്തേക്ക് വരുന്നത്. പിന്നീട് കുട്ടനല്ലൂർ ഗവൺമെന്റ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് SFI പ്രവർത്തകയും യൂണിയൻ വൈസ് ചെയർപേഴ്സണുമായിട്ടുണ്ട്. കൊടകരയിലെ SFI യൂണിറ്റ് പ്രസിഡന്റുമായി പ്രവർത്തിച്ചിട്ടുണ്ട്. നിലവിൽ CPIM ബ്രാഞ്ച് കമ്മിറ്റി അംഗം കൂടിയാണ് നയൽ പ്രസാദ്. അച്ഛൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അച്ഛന് വേണ്ടി വോട്ട് തേടിയും മറ്റു പ്രവർത്തനങ്ങൾക്കും മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു നയൽ. PR പ്രസാദൻ CPIM കൊടകര ഏരിയ കമ്മിറ്റി അംഗവും CITU ഏരിയ സെക്രട്ടറിയുമാണ്. മകൾക്ക് മികച്ച പിന്തുണയുമായി പിതാവ് കൂടെ തന്നെയുണ്ട്. എൻ്റെ മകൾ അഡ്വക്കേറ്റ് നയൽ പ്രസാദ് ഈ വാർഡിൽ നിന്ന് ജനവിധി തേടുകയാണ്. ഞാൻ ഓർക്കുന്നത് 2000
ഈ വാർഡിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് കൊടകര ഗ്രാമപഞ്ചായത്തിലേക്ക് ഞാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയുണ്ടായി. അന്ന് സൂക്ഷ്മ പരിശോധന നടത്തി നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള ദിവസം എനിക്കെതിരെ മത്സരിച്ചിരുന്ന 2 സ്ഥാനാർത്ഥികൾ അവരുടെ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ച് എനിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പോൾ 2000-ൽ ഈ വാർഡിൽ നിന്ന് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ് ഞാൻ. 25 വർഷത്തിന് ശേഷം ഈ വാർഡിൽ നിന്ന് എൻ്റെ മകൾ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. അന്ന് ഞാൻ മത്സരിക്കുമ്പോൾ എനിക്ക് 27 വയസ്സാണ്. ഇന്ന് എൻ്റെ മകൾ മത്സരിക്കുമ്പോൾ മകൾക്കും 27 വയസ്സാണ്. ഈ നാട്ടിലെ എല്ലാ ആളുകളെയും നേരിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. വളരെ സൗഹാർദ്ദപരമായി നല്ല സമീപനം സ്വീകരിക്കുന്ന ഒരു പ്രദേശമാണ് ഈ കാരൂർ പ്രദേശം. ഇപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് നല്ല ശക്തിയുള്ള ഒരു പ്രദേശമാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമ്മുടെ മെമ്പർ പത്മനാഭൻ മികച്ച ഭൂരിപക്ഷത്തിന്, പഞ്ചായത്തിലെ മികച്ച ഭൂരിപക്ഷത്തിനാണ് ഈ വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിനർത്ഥം ഈ പ്രദേശം ഇടതുപക്ഷത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ് എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സഖാവ് അഡ്വക്കേറ്റ് നയൽ മികച്ച ഭൂരിപക്ഷത്തിന് ഈ വാർഡിൽ നിന്ന് തെരഞ്ഞെടുക്കും എന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. മീഡിയ ടൈം കൊടകര. വെള്ളിക്കുളങ്ങര നായാട്ടുകുണ്ട് റോഡിൽ നായാട്ടുകുണ്ട് പ്ലാവിൻ ഇറക്കം മുതലുള്ള ഭാഗത്ത് രൂപപ്പെട്ട കുഴികൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ അടച്ചു. കുഴികൾ മൂലം യാത്രാ ദുരിതമായ സാഹചര്യത്തിലാണ് യുവാക്കളുടെ നേതൃത്വത്തിൽ കുഴികൾ അടച്ചത്. സുനോജ് KC, ആഷിഫ് ഷഹീർ, സായന്ത് കൃഷ്ണൻ, അഭിനവ് നിവേദ്, അമൽ എന്നിവർ സന്നദ്ധ പ്രവർത്തനത്തിന് നേതൃത്വം നൽകി. മക്കത്തെ കല്യാണരാവിന്റെ ഈണം കേരളമെങ്ങും അലയടിക്കുമ്പോൾ പ്രതീഷ് എന്ന നാട്ടുകാരുടെ ഗോപാലൻ ജീവിതത്തിന് ഈണമിടാനുള്ള പരിശ്രമത്തിലാണ്. പണ്ടെങ്ങോ എഴുതിയ ഗാനം കാലങ്ങൾക്ക് ശേഷം ഹിറ്റായതിൽ സന്തോഷത്തിലാണ് പ്രതീഷ്. ഓം സച്ചിദാനന്ദ എന്ന ഭജനാ സംഘത്തിന് വേണ്ടിയാണ് പ്രതീഷ് ഈ ഗാനം എഴുതിയത്. അതിഗംഭീര വൈറലായ മക്കത്തെ മംഗല്യരാവ് എന്ന അയ്യപ്പൻ വിളക്ക് പാട്ടിന്റെ ഉടമ ഇതാ ഇവിടെയുണ്ട്. എറിയാട് ചേരമാൻ മൈതാനത്തിന് സമീപമുള്ള വീടിന്റെ തിണ്ണയിലിരുന്ന് സംസാരിക്കുമ്പോൾ ഗോപാലന്റെ മുഖത്ത് അത്ഭുതം വിരിയുന്നു. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ ഗോപാലൻ എന്ന പ്രതീഷാണ് ഹിറ്റായി മാറിയ ഈ ഗാനം രചിച്ച് ഈണമിട്ടിട്ടുള്ളത്. 9 വർഷം മുൻപ് താൻ അംഗമായ ഓം സച്ചിദാനന്ദ എന്ന ഭജന സംഘത്തിന് വേണ്ടിയാണ് പ്രതീഷ് ഈ ഗാനം എഴുതിയത്. അന്നത് ആസ്വാദക പ്രശംസ നേടിയെങ്കിലും പിന്നീട് പുതിയ പാട്ടുകളിലേക്ക് ശ്രദ്ധ തിരിഞ്ഞതോടെ പഴയ പാട്ട് വിസ്മൃതിയിലായി. എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം കൊടുങ്ങല്ലൂരിലെ എടവിലങ്ങിൽ അയ്യപ്പൻ വിളക്കിനിടയിലാണ് അനന്തജ്യോതി എന്ന പെൺകുട്ടി പ്രതീഷിന്റെ ഗാനം പാടിയത്. ഇതോടെ ഗാനം കേരളം ഏറ്റെടുക്കുകയായിരുന്നു. പണ്ടെങ്ങോ എഴുതിയ ഗാനം കാലങ്ങൾക്ക് ശേഷം ഹിറ്റായതിന്റെ സന്തോഷത്തിലാണ് പ്രതീഷ്. ചാരുകേശി രാഗത്തിലാണ് ഗാനം ചിട്ടപ്പെടുത്തിയതെന്നും പ്രതീഷ് ഓർക്കുന്നു. ഇതൊരു 9-10 വർഷത്തിനു മുൻപ് എഴുതിയ പാട്ടാണത്. സംഭവം ഇതിനകത്ത് പണ്ട് മുതൽ നടക്കുന്നൊരു ആചാരമാണ് അവർ അയ്യപ്പൻ എന്നുള്ളൊരു 2 കഥാപാത്രം ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അയ്യപ്പൻ വിളക്ക് നടത്തുക എന്നുള്ളത്. അത് പഴമക്കാർ പണ്ട് തുടങ്ങിയൊരു ആചാരമാണത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പാട്ട് എഴുതിയിരിക്കുന്നത്. ഞാൻ പൂർവികരിൽ നിന്ന് കേട്ട കുറേ കാര്യങ്ങളാണിത്. അച്ഛൻ, അമ്മ, പിന്നെ ചേട്ടന്മാരെല്ലാവരും അങ്ങനെയൊക്കെ പറഞ്ഞു തന്നിരിക്കുന്ന ചില സംഭവങ്ങളാണ് നമുക്ക് ഇതിനകത്ത് ഈ കഥാപരമായിട്ട് കിട്ടിയിരിക്കുന്നത്. ആ നടന്നുകൊണ്ടിരിക്കുന്ന ആചാരത്തെ ആസ്പദമാക്കി എഴുതിയൊരു പാട്ടാണിത്. ബാവര്, അയ്യപ്പൻ, ഖദീജ, പാത്തുമ്മ, അവരുടെ കഥകൾ. ഇത് നിരന്തരമായിട്ട് ഇപ്പോൾ നടന്നു വരുന്ന ഇപ്പോഴും ആചാരം നടക്കുന്നതാണ്. ആ വിളക്ക് സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത്. തൃശ്ശൂർ ജില്ല ഏറ്റവും കൂടുതൽ ഈ ബാവരുടെയും അയ്യപ്പൻ്റെയും ചരിത്രപരമായ കഥകളും കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടതാണ്. അതിനാസ്പദമാക്കിയിട്ട് എഴുതിയേക്കുന്നൊരു. തന്റെ തൊഴിലിനിടയിലെ ഇടവേളകളിലാണ് പ്രതീഷ് ഗാനങ്ങൾ ചിട്ടപ്പെടുത്തുന്നത്. ഇത്തരത്തിൽ 100 കണക്കിന് ഗാനങ്ങൾ പ്രതീഷ് രചിച്ചിട്ടുണ്ട്. പുല്ലാങ്കുഴൽ, തബല, ഹാർമോണിയം തുടങ്ങിയ സംഗീതോപകരണങ്ങൾ സ്വന്തമായി പഠിച്ചെടുത്തിട്ടുണ്ട് ഈ കലാകാരൻ. പ്രതീഷിന്റെ അച്ഛൻ കുഞ്ഞപ്പനും അമ്മ ഭാനുമതിയും പ്രദേശത്ത് അറിയപ്പെടുന്ന ഓണക്കളി കലാകാരന്മാരായിരുന്നു. മാതാപിതാക്കളിൽ നിന്നുമാണ് പ്രതീഷിന് സംഗീതാഭിരുചി പകർന്നു കിട്ടിയത്.
ആടാടന്നമ്മ തായേ കൊടുങ്ങല്ലൂരമ്പേ ആടിക്കളിക്കന്റെ മായേ കോടിലിംഗേശ്വരിയേ ചെമ്പട്ടുടുത്ത് കാലിൽ ചിലമ്പണിഞ്ഞ് കയ്യിൽ വട്ടകവാളെടുത്താടാടമ്മേ ആടാടേ. മാതാപിതാക്കളിൽ നിന്നുമാണ് പ്രതീഷിന് സംഗീതാഭിരുചി പകർന്നു കിട്ടിയത്. ഭാര്യ മഞ്ജുവും മക്കളായ 9ാം ക്ലാസ് വിദ്യാർത്ഥി ശ്രീഹരിയും 1ാം ക്ലാസ് വിദ്യാർത്ഥി ശ്രീവിഷ്ണുവും പ്രതീഷിന്റെ സന്തോഷത്തിൽ പങ്കുചേരുകയാണ്. മക്കത്തെ കല്യാണരാമിന്റെ ഈണം കേരളമെങ്ങും അലയടിക്കുമ്പോൾ പ്രതീഷ് എന്ന നാട്ടുകാരുടെ ഗോപാലൻ ജീവിതത്തിന് ഈണമിടാനുള്ള പരിശ്രമത്തിലാണ്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരായ പരാതിയിൽ കോടതി വിധി വന്നതിനു ശേഷം തീരുമാനം നേതൃത്വം അറിയിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ഞങ്ങൾക്ക് ആരെയും സംരക്ഷിക്കേണ്ട കാര്യമില്ലെന്നും രമേശ് ചെന്നിത്തല. അച്ഛനുവേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് നടന്ന മകൾക്ക് ഇത്തവണ അച്ഛൻ വോട്ട് തേടും. കൊടകര സ്വദേശി PR പ്രസാദനാണ് മകളായ അഡ്വക്കേറ്റ് നയൽ പ്രസാദിന് വേണ്ടി വോട്ട് തേടിയിറങ്ങുന്നത്. വെള്ളിക്കുളങ്ങര നായാട്ടുകുണ്ട് രൂപപ്പെട്ട കുഴികൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ അടച്ചു. കുഴികൾ മൂലം യാത്രാ ദുരിതമായ സാഹചര്യത്തിലാണ് യുവാക്കളുടെ നേതൃത്വത്തിൽ കുഴികൾ അടച്ചത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.